Dear students, welcome to English class, grammar, articles, the continuing parts. 8th, 9th, 10th high school session. Articles in the latest first part, 3 എണ്ണമുണ്ട്. A and the. A അർത്ഥം ഒരു ഒറ്റ ഒന്ന്, ആനിന്റെ അർത്ഥവും ഒരു ഒറ്റ ഒന്ന്, ദിയുടെ അർത്ഥമായിട്ടില്ല, അത് സൂചകമാണ്, ഊന്നി പറയാൻ ഉപയോഗിക്കുന്നതാണ്. അഥവാ സൂചകാർത്ഥമായിട്ട് അത് അത് തന്നെ എന്ന രൂപത്തിൽ കിട്ടും. അത് തന്നെ എന്ന അർത്ഥത്തിൽ കിട്ടും. അപ്പോൾ എയും ആനും ഉപയോഗിക്കുന്ന നിയമങ്ങളാണ് ഇവിടെ നോക്കുന്നത്. ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് സ്കോറിങ് അഥവാ എഴുതുമ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് തെറ്റിപ്പോകുന്നത്. പരീക്ഷയ്ക്ക് മാർക്ക് സ്കോറിങ് എയും ആനും എങ്ങനെ എവിടെ ഉപയോഗിക്കുന്നു അതിൻ്റെ നിയമമുണ്ട്. ആർട്ടിക്കിൾ എ ഇസ് യൂസ്ഡ്. ആദ്യം നമുക്ക് എടുക്കാം എ. യു നോ എ ആൻഡ് ആൻ ആർ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. അനിശ്ചിതത്തെ കാണിക്കുന്ന ഏതോ ഒരു, ഏതോ ഒറ്റ, ഏതോ ഒന്ന് എന്ന് കാണിക്കുന്നതാണ് എയും ആനും. എ ആൻഡ് ആൻ ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ആ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിലെ ഏതോ ഒരു കുട്ടി, ഏതോ ഒരു മനുഷ്യൻ, ഏതോ ഒരു പുസ്തകം എന്ന് കാണിക്കുന്ന പ്രക്രിയയിൽ എയും ആനും ഒരു ഒറ്റ വരുന്നത് കൊണ്ട് എ എവിടെ പ്രയോഗിക്കണം? കണ്ടോളൂ. ബിഫോർ ദി നൗൺസ് ബിഗിനിങ് വിത്ത് കൺസണൻസ്. ആദ്യ ഭാഗത്ത് എടുത്തു തന്ന വവൽസ് ആൻഡ് കൺസണൻസ് എന്ന ആ വ്യാഖ്യാനം നോക്കുക. ഞാനൊരു തവണ ഇവിടെ പറയാം, അതൊന്ന് നിങ്ങൾ ഈ പാഠഭാഗം ചെയ്യുമ്പോൾ അതൊന്ന് നന്നായിട്ട് കേൾക്കുക. എന്താണ് കൺസണൻസിനും വവൽസിനും കൊടുത്ത വ്യാഖ്യാനം? എന്തിനാണ് ഇത് അന്ന് പഠിപ്പിച്ചത്? ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് വവൽസിൻ്റെയും കൺസണൻസിൻ്റെയും വ്യാഖ്യാനം അറിയാത്തവർക്ക്, ഡെഫിനിഷൻ അറിയാത്തവർക്ക്, നിർവചനം അറിയാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. സോ വി നോ 2 types ഓഫ് ലെറ്റേഴ്സ്. 2 തരത്തിൽ അക്ഷരങ്ങളുണ്ട്. 2 തരത്തിൽ അക്ഷരങ്ങൾ. But the first group is vowels, the second group is consonants. ഒന്നാമത്തെ ഗ്രൂപ്പ് സ്വരമാണ്, രണ്ടാമത്തെ ഗ്രൂപ്പ് വ്യഞ്ജനമാണ്. അപ്പോൾ മലയാളത്തിലാണെങ്കിൽ അ, ആ, ഇ, ഈ, എ എന്നതാണ് സ്വര ഗ്രൂപ്പ്. ക, ഖ, ഗ, ഘ, ങ, ച, ഛ എന്നുള്ളതാണ് വ്യഞ്ജന ഗ്രൂപ്പ്. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇറ്റ് ഈസ് ഇന്റർമിംഗ്ലിംഗ്. ഇത് ഇട കലർന്ന് വരുന്നതാണ്. It begins with A, the vowel, and is followed by B, the consonant. കണ്ടോ? എ എന്ന സ്വരത്തിൽ തുടങ്ങി ബി എന്ന വ്യഞ്ജനത്തിലൂടെയാണ് പോകുന്നത്. എ കഴിഞ്ഞാൽ പിന്നെ ബി, സി, ഡി വരെ വ്യഞ്ജനമാണ്. പിന്നെ ഇ സ്വരമാണ്. സോ വി നോ 2 groups ഓഫ് ലെറ്റേഴ്സ്. 2 ഗ്രൂപ്പ് അക്ഷരങ്ങളുണ്ട്. അപ്പൊ ഏതൊക്കെയായിരുന്നു സ്വരങ്ങൾ, ഏതൊക്കെയായിരുന്നു വ്യഞ്ജനങ്ങൾ? സ്വരങ്ങൾ എ, ഇ, ഐ, ഒ, യു. എ, ഇ, ഐ, ഒ, യു സ്വരാക്ഷരങ്ങൾ. ഉച്ചരിക്കുമ്പോൾ വായിൽ ചലനമുണ്ടാക്കാതെ പുറത്തു പോകുന്ന ശബ്ദരൂപങ്ങൾ. ഉച്ചരിക്കുമ്പോൾ when we pronounce a sound, if the outgoing breath escapes through the mouth without any friction. ഉച്ചരിക്കുമ്പോൾ വായിൽ ചലനമുണ്ടാക്കാതെ, കർഷണമുണ്ടാക്കാതെ, തടസ്സമുണ്ടാക്കാതെ. 3 വിഭാഗം ഉണ്ട് അതിന്. ചലനം ഉണ്ടാക്കല് മാത്രമല്ല, നോ ഫ്രിക്ഷൻ, നോ ബ്ലോക്കേജ്. ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല, ബ്ലോക്കേജ് ഉണ്ടാവാൻ പാടില്ല. അതായത് പ എന്ന് പറയുമ്പോൾ 2 ചുണ്ടും കൂട്ടി തടസ്സമാണ്. കണ്ടോ? പ, ബ, പി, ബി. ഷ് എന്ന് പറയുന്നത് നാക്ക് പോയിട്ട് വളഞ്ഞ് ചലിക്കുകയാണ്. ഇതൊന്നും പാടില്ല. ഇങ്ങനെ ഉച്ചരിക്കുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാക്കാതെ, കർഷണം ഉണ്ടാക്കാതെ. ഇതാണ് കർഷണം, ഫ്രിക്ഷൻ. ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല, തൊടാൻ പാടില്ല, മൂവ്മെന്റ് ഉണ്ടാകാൻ പാടില്ല, ചലനം ഉണ്ടാകാൻ പാടില്ല, ബ്ലോക്കേജ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉച്ചരിക്കുമ്പോൾ ശബ്ദം ചലനം ഉണ്ടാക്കാതെ, കർഷണം ഉണ്ടാക്കാതെ, തടസ്സം ഉണ്ടാക്കാതെ പുറത്തു പോകുന്നവ 5. ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞു നോക്കാം? കൺസണൻസ്
ബിഫോർ ദ നൗൺസ് ബിഗിനിങ് വിത്ത് വവൽസ് നല്ല ആദ്യം ഉപയോഗിച്ചത് എന്താണ്? കൺസണൻസ്. വ്യഞ്ജന അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന നാമപദങ്ങൾ. എന്തുകൊണ്ട് തുടങ്ങാൻ പാടില്ല? എ ഇ ഐ ഒ യു കൊണ്ട് തുടങ്ങുന്ന ആവരുത്. ഓക്കെ, എ ഇ ഐ ഒ യു കൊണ്ട് തുടങ്ങുന്ന ആവരുത്. എയറോപ്ലെയിൻ എന്നാവരുത്, എഞ്ചിനീയർ എന്നാകരുത്, എഗ് എന്നാകരുത്, ഇന്ത്യ എന്നാകരുത്, അംബർല എന്നാകരുത്, ഓറഞ്ച് എന്നാകരുത്. പിന്നെ എങ്ങനെ തുടങ്ങണം? കണ്ട, ബോയ് ഇങ്ങനെ തുടങ്ങാം, ബി കാർ ഇങ്ങനെ തുടങ്ങാം, സി ഡക്ക് താറാവ് ഇങ്ങനെ തുടങ്ങാം, ജി. അതായത് എന്താണ് വ്യഞ്ജനങ്ങൾ? ഉച്ചരിക്കുമ്പോൾ വായിൽ ചലനമുണ്ടാക്കിക്കൊണ്ട്, തടസ്സമുണ്ടാക്കിക്കൊണ്ട്, കർഷണമുണ്ടാക്കിക്കൊണ്ട് പുറത്തു പോകുന്നവയാണ് കൺസൺസ്. കൺസൺസ് ആർ ദ സൗണ്ട്സ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്രിക്ഷൻ ഓർ ബൈ ബ്ലോക്കേജ് ഓർ ബൈ മൂവ്മെന്റ്. ചലനം കൊണ്ടോ ഫ്രിക്ഷൻ കൊണ്ടോ ബ്ലോക്കേജ് കൊണ്ടോ ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ് വ്യഞ്ജനങ്ങൾ. അതേതൊക്കെയാണ്? ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ, കെ, എൽ, എം, എൻ, പി, ക്യു, ആർ, എസ്, ടി, വി, ഡബ്ല്യു, എക്സ്, വൈ, സെറ്റ്. ഇതാണ് വ്യഞ്ജനങ്ങൾ. എ, ഇ, ഐ, ഒ, യു ഇതാണ് സ്വരങ്ങൾ. ഈ രണ്ട് ഗ്രൂപ്പിന് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ ഈ മാർക്ക് സ്കോറിംഗ് ആയി. അപ്പോഴെന്താണ് ഇവിടെ നമ്മൾ എ ഉപയോഗിക്കേണ്ടത്, ഒരു ഉപയോഗിക്കേണ്ടത്? എ എന്ന വാക്ക് ഒരു എന്ന് കിട്ടണമെങ്കിൽ എ കൺസണന്റ് കൊണ്ട് തുടങ്ങുന്ന നാമപദങ്ങൾക്ക്, വ്യഞ്ജന അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന നാമപദങ്ങൾ. അപ്പൊ മലയാളത്തിലെ ഭാഷ എഴുതി വെച്ചുകൊണ്ടുള്ളൂ. വ്യഞ്ജന അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന നാമപദങ്ങളുടെ മുന്നിൽ ഒരു എന്ന ശബ്ദത്തിന് വേണ്ടി, അർത്ഥത്തിന് വേണ്ടി ആർട്ടിക്കിൾ എ ഉപയോഗിക്കാം. സോ ആർട്ടിക്കിൾ എ ഈസ് യൂസ്ഡ് ബിഫോർ ദ നൗൺസ് ബിഗിനിങ് വിത്ത് കൺസണൻസ്. വ്യഞ്ജന അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന നാമപദങ്ങളുടെ മുന്നിൽ ഒരു എന്ന ശബ്ദത്തിന് വേണ്ടി അല്ലെങ്കിൽ അർത്ഥത്തിന് വേണ്ടി ആർട്ടിക്കിൾ എ ഉപയോഗിക്കാം. എക്സാമ്പിൾസ്: എ ബോയ്. ബോയ് എന്ന നാമപദം ബിഗിൻസ് വിത്ത് കൺസന്റ് ബി. ബി രണ്ട് ചുണ്ടും മുട്ടി ഉണ്ടാകുന്ന ശബ്ദം. എ കാർ. കണ്ട, നാക്കിൽ ചലനം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു. എ ഡക്ക്. ഡക്ക് നാക്ക് ചലിപ്പിച്ചു കൊണ്ടുപോകുന്നു. സോ ബി, ജി, ഡി ഇത് മൂന്നും വ്യഞ്ജനങ്ങളാണ്. അതിന് മുന്നിൽ ഒരു കിട്ടാൻ വേണ്ടി ഏൻ ബോയ് എന്ന് ആരെയും പറയാറുണ്ടോ? ഇല്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഏൻ കാർ എന്ന് പറയാറുണ്ടോ? ഇല്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഏൻ ഡക്ക് എന്ന് പറയാറുണ്ടോ? അപ്പം എന്താണെന്ന് ഇവിടെ മനസ്സിലാക്കി വെക്കാനുള്ളൂ. ഏത് പദം, നാമപദം വ്യഞ്ജനം കൊണ്ട് തുടങ്ങുന്നുവോ അതിന്റെ മുൻപിൽ ഒരു കിട്ടാൻ വേണ്ടി, ഒറ്റ കിട്ടാൻ വേണ്ടി, ഒന്ന് കിട്ടാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ എന്താ കിട്ടി? എ ബോയ്, എ കാർ, എ ഡക്ക്. പിന്നെ ബി, എ ബോയ് അതുകൊണ്ട് എടുത്തില്ല. ബി, സി, ഡി. പിന്നെ ഇ എൽ വരും, എടുക്കാൻ പാടില്ല. എ എഞ്ചിനീയർ എന്ന് പറയാൻ പാടില്ല, അത് ഏൻ എഞ്ചിനീയർ നമുക്ക് വരാനുണ്ട്. എ എഗ് എന്ന് പറയാൻ പാടില്ല, ആൻ എഗ് വരാൻ പാടില്ല. എ എലിഫന്റ് എന്ന് പറയാൻ പാടില്ല, ഏൻ എലിഫന്റ് വരാനുണ്ട്. അപ്പോഴിവിടെ എന്ത് ചെയ്യണം? എ ഫ്രണ്ട്. എഫ് കണ്ട വ്യഞ്ജനമാണ്. എ ഗൂസ് ഒരു താറാവ് വ്യഞ്ജനമാണ്. എ ഹോഴ്സ് ഒരു കുതിര വ്യഞ്ജനാക്ഷരമാണ്. എ ജാർ കണ്ട. എ കിങ്. എ ലാം. എല്ലാം ബി ആവട്ടെ, അല്ലെങ്കിൽ പി ആവട്ടെ, ഇവിടെ കാട്ടാടും കൂടി ആവട്ടെ. എ മാൻ, എ നെയിം, എ പ്രസന്റ് എന്നിങ്ങനെ. അതായത് വി ഹാവ് 21 കൺസണൻസ്. ആ 21 കൺസണൻസ് കൊണ്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെ. ഇനി ഇതിനപ്പുറത്ത് ഒരു കാര്യം പഠിക്കാനുള്ളത് എന്താണ്? നോക്കൂ, അതിന്റെ എക്സെപ്ഷൻ ആണ്. ആ എക്സെപ്ഷൻ വരുമ്പോൾ അതിന് വിപരീതമായിട്ട് ചില കാര്യങ്ങൾ വരും. You know, when we begin with നോക്കൂ, a consonant, a noun with a consonant കണ്ടോ? horse, a horse. എന്നാൽ ഇവിടെ നോക്കൂ, hour, HOUR മണിക്കൂർ നാമപദമാണ്. പക്ഷേ ഹവർ എന്ന് പറയാറില്ല. എച്ചിന് ഉച്ചാരണമില്ല, എച്ച് സൈലന്റ് ആണ്. ഔവർ, an hour. അതുകൊണ്ട് എ അല്ല ഉപയോഗിക്കേണ്ടത്. അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. an hour ago he reached here
ഈ റിച്ച് ഹിയർ കണ്ട an hour ago. എച്ച് എന്നത് സൈലന്റ് ആണ്. ഇംഗ്ലീഷിൽ അത് സൈലന്റ് ആവുന്നത് അവർ എന്ന വാക്ക്, ഓണർ എന്ന വാക്ക്, an honorable man, ഓണസ്റ്റ് എന്ന വാക്ക്, an honest man, ഓണറബിൾ. അപ്പൊ ഓണർ, ഓണറബിൾ, ഓണസ്റ്റ് ഇതാ പഠിച്ചേക്കാണ്. ഏതൊക്കെ വാക്കിന് മുന്നിൽ അവർ എന്ന വാക്ക് വന്നാൽ എച്ച് സൈലന്റ് ആണ്. അതുകൊണ്ട് 1 മണിക്കൂർ എ ഹവർ അല്ല, an hour. ഓക്കെ, അതുകൊണ്ട് an honorable man കാരണം എച്ച് സൈലന്റ് ആണ്. an honest man എച്ച് സൈലന്റ് ആണ്. ആൻഡ് it is an honor to me. ഇത് എനിക്കൊരു ബഹുമതിയാണ്. it is an honor to him. ഇത് അദ്ദേഹത്തിനുള്ള ബഹുമതിയാണ്. അപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യാണ് ആർട്ടിക്കിൾ എ. കണ്ടോളൂ, ആർട്ടിക്കിൾസ് എ ആൻഡ് ഡിയിൽ എ ഉപയോഗിക്കാനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ എ is used before the nouns beginning with consonants. വ്യഞ്ജന അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന നാമപദങ്ങൾക്ക് മുൻപിൽ ഒന്ന് അർത്ഥം കിട്ടാൻ വേണ്ടി എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. അതിന് ഒഴിവ് കൊടുക്കുന്നത്, അതിന് എക്സെപ്ഷൻ കൊടുക്കുന്നത് എച്ച് എന്ന അക്ഷരം സൈലന്റ് ആയി വരുന്ന ഹവർ എന്നത് HOUR, ഹവർ എന്ന് ഉച്ചരിക്കാതെ അവർ, an hour ago. എച്ച് എന്ന HONESTക്ക് ഹോണസ്റ്റ് എന്ന് ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ അവരുപയോഗിച്ചാൽ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഹോണസ്റ്റ് HONEST, HONOUR, HONOURABLE ഈ 2 ശബ്ദരൂപങ്ങളെ മനസ്സിൽ കരുതുക. എഡീഷണൽ എക്സ്ട്രാ ഓർഡിനറി വരുന്നത് മാഷ് പിന്നീട് ചെയ്യിക്കുന്നതാണ്. ഇത് കോമൺ ആയിട്ട് വരുന്നത്. ഇതിനൊക്കെ മുന്നിൽ when H becomes silent we have to use not a but an, because where there is H becomes silent. H silent ആകുമ്പോൾ അതിന് മുന്നിൽ എ ഉപയോഗിക്കരുത്, n ഉപയോഗിക്കുക. Yes, then it comes articles a കഴിഞ്ഞു and rules. Article an is used and we learned that നമ്മൾ പഠിച്ചു കഴിഞ്ഞു a is used before the consonants B, Z, D, F, G, H, J, K, L, etc. ഇനി വരുന്ന എന്താണ്? an ആണ്. ഈ an എവിടെയാണ് ഉപയോഗിക്കുക? വ്യഞ്ജനാക്ഷരങ്ങളുടെ മുന്നിൽ എ ആണെങ്കിൽ സ്വരാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന നാമപദങ്ങളുടെ മുന്നിലാണ് അതിന് ഉപയോഗിക്കേണ്ടത്. വെരി സിമ്പിൾ. കണ്ടോളൂ, സ്വരാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന നാമപദത്തിന് മുന്നിൽ ഒന്ന് അർത്ഥം ലഭിക്കുവാൻ an എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം. സോ ആർട്ടിക്കിൾ an is used before the noun begins with a vowel. What is meant by a vowel? പറഞ്ഞു, ഉച്ചരിക്കുമ്പോൾ വായിൽ ചലനമില്ലാതെ, ചുണ്ടുകൾ തമ്മിൽ മുട്ടാതെ, ഘർഷണമില്ലാതെ പുറത്തേക്ക് പോകുന്ന ശബ്ദങ്ങളാണ് സ്വരങ്ങൾ. അത് ഉച്ചരിക്കാൻ നമ്മൾ ഒരിക്കൽ പഠിപ്പിച്ചതാണ്. ആ, ഈ, ആ, ഐ എന്ന് പറയുന്നത് ആ, ആ, കണ്ടോ? ഐ ഈ ഇവിടെ കിട്ടണം. ആ, ഈ, ഓ, ആ, എ, ഈ, ആയ്, ആയ്, കണ്ടോ? എ, ഈ, ആയ്, ഓ, ഉ, യു എന്ന് പറയും. യു എന്ന് പറയുന്നത് ഇവിടെ മാറി. അപ്പൊ എങ്ങനെയൊക്കെ വരുമ്പോൾ യു എന്ന ശബ്ദം ഉ ആയിട്ട് വരുമ്പോഴോ ആ ആയിട്ട് വരുമ്പോഴോ, യു എന്ന ശബ്ദം യാ ആയിട്ട് വരുമ്പോൾ യു ആയിട്ട് വരുമ്പോഴോ എക്സെപ്ഷൻ. ഇതാണ് പരീക്ഷയ്ക്ക് മാർക്ക്. അപ്പോഴ് എ, ഇ, ആ, ഓ, ഓ, എ, ഇ, ആ, ഓ, ഓ. ഇപ്പോഴ് ചുണ്ടുമുട്ടുന്നില്ല, ചലനമില്ല, ഫ്രിക്ഷൻ ഇല്ല. കണ്ടോളൂ, എക്സാമ്പിൾ, an army, ഒരു പട്ടാളം, ആമി, കണ്ടോ? an arrow, ആരോ. അപ്പൊ ആ എന്ന് വന്നാലും ആ എന്ന് വന്നാലും ആ എന്ന് വന്നാലും അ എന്ന് വന്നാലും പലതരത്തിൽ വരും. അതാണ് ഇംഗ്ലീഷ് സ്വരം പഠിച്ചു വെക്കണം. an army, an arrow, an aim അല്ലെങ്കിൽ ലക്ഷ്യം, അതായിക്കോട്ടെ. അത് കൈനീട്ട് വന്നാണ്. an aim, ലക്ഷ്യം. ഇനി ഒരുപാട് പദങ്ങൾ സാധാരണ നമ്മൾ പഠിക്കുന്ന ആരോപണം മുതൽ അറേഞ്ച്മെന്റ് മുതൽക്ക് ഇവിടെ എഴുതാൻ വലുപ്പത്തിൽ വേണ്ട ചെറുത് എഴുതിയ അങ്ങനെ വരുന്ന ഒരു ഒരുക്കം, ഇറ്റ് ഈസ് എൻ അറേഞ്ച്മെന്റ്.
It is an aeroplane. It is an army. It is an aim. It's an arrow. കണ്ടോ? ഇതെന്താണ് ഈ കൊണ്ട് തരുന്നത്? An egg. An inch. An engine. വലുത്. An engineer. An entertainment. Envelope. ഇങ്ങനെ വരുന്ന വലിയ വാക്കുകൾ. അപ്പോഴേ ആ എ അതാണ് എ ഇ. ഇനി ഐ, അത് അധികവും ഐ എന്നോ ഇ എന്നോ ആയിരിക്കും. കണ്ടോ? ഇന്ത്യൻ. ഐ എന്നാണ് ഇന്ത്യ. ഇന്ത്യ എന്നല്ലല്ലോ. ഐ വന്നാൽ ഇ ആണ് വരുന്നത്. ഇന്ത്യൻ. അയർലൻഡ് എന്നാൽ അതിന്റെ കൂടെ എസ് വന്നാൽ മാറി. ഇസ്ലാൻഡ് എന്നല്ല പറയുന്നത്, അയർലൻഡ്. ആൻ അയർലൻഡ്, ആൻ ഇന്ത്യൻ, ആൻ അയർലൻഡ്, ആൻ ഇൻഡസ്ട്രി. കണ്ടോ? ആൻ ഇൻഡസ്ട്രി, വ്യവസായം. 4 an organ, ഒരു അവയവം അല്ലെങ്കിൽ ഒരു സംഗീത ഉപകരണം, രണ്ടും പറയും ഓർഗൻ. an opponent, ഒരു എതിരാളി. an occasion, ഒരു അവസരം. അപ്പോൾ എന്തൊക്കെ വാക്ക് വന്ന് നോക്കാം? എ ഇ ഐ ഒ, അവസാനത ഉ. അംബ്രല, യു ആണ് ഉപയോഗിച്ചത്. അംബ്രല. അൺനോൺ. അപ്പോഴും യു എന്ന അക്ഷരത്തിന് അകാരമാണ് ഇങ്ങനെ നമുക്കതിൽ കിട്ടുന്നത്. ഇനി ഉ എന്ന് തുടങ്ങുന്ന ശബ്ദം ഉണ്ടെങ്കിൽ അത് മലയാളവുമായിട്ട് അധികം ബന്ധപ്പെട്ടത്. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെടുന്നൊരു ഉ എന്നല്ല വരുന്നത്. അതെന്താണ് വരുന്നത്? അകാരമാണ്. യു പി, അപ്പ്. എന്നാൽ നടുവിൽ അത് ഉ വരും. കണ്ടോ? ബ്യൂട്ടി, ബട്ട്, ജിയൂട്ടി, കട്ട്, ബറ്റ്, കട്ട്. ക്യൂട്ട്, അതിനപ്പുറം ഈ വന്നു. ക്യൂട്ട്. അപ്പൊ അങ്ങനെ മാറി വരിക ചെയ്യാം. ബി യു ടി. കണ്ടോ? ബട്ട്, ജി യു ടി, കട്ട്, എൻ യു ടി, നെറ്റ്. ആൻഡ് അതേ സാധനങ്ങൾ തന്നെ മാറി വരുമ്പോൾ സി യു ആർ ഇ, ക്യൂർ. സി യു ടി ഇ, ക്യൂട്ട്. കണ്ടോ? മാറി വരുന്നുണ്ട്. അപ്പൊ അകാരമായിട്ടും വരും, ഉകാരമായിട്ടും വരും. ഉകാരം നടുവിലെ വരുന്നുള്ളൂ, ആണ് നമുക്ക് ഇവിടെ അത് ഉപയോഗിക്കാനില്ല. ഇനി തുടക്കത്തിൽ വരുന്നത് അംബ്രല പോലുള്ള അൺനോൺ മോഡലുള്ള വാക്കുകളാണ്. എന്നാൽ അതേ ശബ്ദം മാറി വരുന്നു. നോക്കൂ. യു എഴുതിയിട്ട് എ യൂണിയൻ. കണ്ട? ഈ അകാരം വരുന്നത്. എ യൂണിയൻ. യു എന്ന് എഴുതിയിട്ട് യു തന്നെ വായിക്കുന്ന, വ്യഞ്ജനമാരി വായിക്കുന്ന. അങ്ങനെ വരുമ്പോൾ എ യൂണിയൻ. ഇവിടെ എ നമ്പറിലോ എ അൺനോൺ പേഴ്സൺ എഴുതിയിട്ട് മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. ഇറ്റ്സ് എ വെൽ നോൺ, ഇറ്റ്സ് എ യൂണിവേഴ്സിറ്റി, ഇറ്റ്സ് എ യൂണിവേഴ്സിറ്റി. It is a universal truth. A universal truth. A university. That's a good union. A union. ആൾക്കാരുടെ കൂട്ടായിട്ടുള്ള സംരംഭം. അപ്പോൾ നോക്കൂ, ആൻ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനു മുന്നേ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ ആൻ ഈസ് യൂസ്ഡ് ബിഫോർ ദ നൗൺ ബിഗിൻസ് വിത്ത് എ വവൽ. സ്വര അക്ഷരം കൊണ്ട് തുടങ്ങുന്ന നാമപദത്തിന് മുൻപിൽ ഒരു എന്ന് കിട്ടാൻ വേണ്ടി, ഒറ്റ എന്ന് കിട്ടാൻ വേണ്ടി, ഒരെണ്ണം എന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ആൻ ഉപയോഗിക്കുന്നു. അത് നോക്കൂ, സ്വരാക്ഷരം കൊണ്ട് തുടങ്ങുന്ന നാമപദത്തിന് മുന്നിൽ ഒരു ഒറ്റ ഒന്ന് അർത്ഥം ലഭിക്കാൻ വേണ്ടി ആൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. കുറച്ചെണ്ണം പഠിച്ചു വെച്ചു. an army, an arrow, an aim, an egg, an inch, an engine, an engine, an island, an industry, an organ, an opponent, an occasion, an umbrella. കണ്ടോളൂ, അകാരം വന്നു. an unknown person, an underground way. അങ്ങനെ വരുമ്പോൾ എന്നാൽ യു ഉപയോഗിച്ചിട്ട് യകാരം വന്നു കഴിഞ്ഞാൽ അതിനു മുന്നിൽ ആൻ ഉപയോഗിക്കരുത്. പരീക്ഷയ്ക്ക് PSC, UPSC, SLC പരീക്ഷയ്ക്ക് ഇനി 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് ആവട്ടെ, മാഷടക്കുന്ന പരീക്ഷ നടത്തുന്ന അത് തരും. എന്നിട്ട് ഫില്ലപ്പ് ചെയ്യാൻ പറയും. ഐ വോണ്ട് എ നമ്പറല്ല. ശരി. ഐ വെന്റ് ടു എ യൂണിവേഴ്സിറ്റി, ടു ആൻ. അപ്പൊ യൂണിവേഴ്സിറ്റി യു എന്നാ തുടങ്ങുന്നു. അപ്പൊ മാഷ് പറഞ്ഞില്ലേ ഈ അയ്യോ യുവിന്റെ അല്ല, യു യാന്ന് തുടങ്ങാൻ പാടില്ല. യു ആ എന്ന് തുടങ്ങണം. അംബ്രല, അണ്ടർഗ്രൗണ്ട് പാത്ത്,
അണ്ടർവേ, അൺനോൺ പേഴ്സൺ, അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്ന മാതിരി. യെസ്, അപ്പൊ റൂൾസ് എയും കഴിഞ്ഞു, ആനും കഴിഞ്ഞു. ഇത് നമുക്ക് ദി ആണ്. Yes, then we have reached to the last session, that is the. എ കഴിഞ്ഞു, ആൻ കഴിഞ്ഞു, നിധി. അപ്പൊ ഇവിടെ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും നോക്കിയിട്ടല്ല, മറ്റു ചില നിയമ അത് നമ്മളെ മനോധർമ്മത്തിനനുസരിച്ചൊക്കെ കുറച്ച് വരും. ഉദാഹരണമായിട്ട് ടു എംഫസൈസ് സംതിങ്, ഏതെങ്കിലും പ്രത്യേക കാര്യം ഊന്നി പറയാൻ. ഞാൻ ഊന്നൽ കൊടുക്കുന്നതായിരിക്കില്ല മറ്റൊരാൾ ഊന്നൽ കൊടുക്കുന്നത്. എന്താ കാര്യം? ഞാൻ ഇറങ്ങി പോകുമ്പോൾ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് റോഡിലെത്തി വിളിച്ചു പറയുന്നു, ആ പേഴ്സ് എടുത്തുകൊണ്ട് വരൂ, പ്ലീസ് ബ്രിങ് മൈ പേഴ്സ്. എന്റെ പേഴ്സ് ഒന്ന് കൊണ്ടുവരൂ. വെറുതെ എവിടെയാണ്? ഉത്തരത മൈ പേഴ്സ് ഈസ് ഓൺ ദ ടേബിൾ. അപ്പോൾ നിങ്ങൾ അകം മുഴുവൻ നോക്കണ്ട, മുറി മുഴുവൻ നോക്കണ്ട, എല്ലാ ഇടത്തിലും നോക്കണ്ട. എവിടെ നോക്കിയാൽ മതി? ഈ ടേബിൾ എന്ന വാക്കിന് ഊന്നൽ കൊടുത്തതാണ് ഇവിടെ. കണ്ടോ? ഈസ് ഓൺ ദി ടേബിൾ, ഇൻ ദി ടേബിൾ. മേശയ്ക്കുള്ളിലുണ്ടെങ്കിൽ മൈ പേഴ്സ് ഈസ് ഇൻ ദ ടേബിൾ. അത് മേശയ്ക്ക് മുകളിലാണെങ്കിൽ ഓൺ ദ ടേബിൾ. അല്ലെങ്കിൽ അത് ബാഗിലാണ് വെച്ചിരിക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ ബാഗ്. അപ്പം ദ ബാഗ്, ഇൻ ബാഗ് എന്ന് പറഞ്ഞാൽ എ ബാഗ്. അങ്ങനെ സാധാരണ ഏതെങ്കിലും ഐ വോണ്ട് എ ബാഗ്, ഏതെങ്കിലും ഒരു ബാഗ്. പക്ഷെ ഇവിടെ നല്ല, ഇവിടെ ബാഗിന് ഊന്നൽ കൊടുക്കുന്നത്. അപ്പം നമ്മൾ മേശ വാങ്ങാൻ പോയി, ഐ വോണ്ട് എ ടേബിൾ, ന്യൂ ടേബിൾ, ഐ വോണ്ട് എ ന്യൂ ടേബിൾ. ഇവിടെ നല്ല കാര്യമുള്ളത്. ഇവിടെ ആ ഊന്നൽ കൊടുക്കുന്നതല്ല പറയുന്നത്. പിന്നെന്താണ്? എന്റെ പേഴ്സ് കിടക്കുന്നത് മേശപ്പുറത്താണെന്ന് എടുക്കാൻ പോകുന്ന ആളിന് ബോധ്യപ്പെടണം. അയാൾ അവിടെ മാത്രമേ തിരയാവൂ, അല്ലെങ്കിൽ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് മേശയ്ക്ക് ഊന്നൽ കൊടുക്കുന്നു. മേശ പഴയ മേശ, ഒട്ടാച്ചി മേശയായിരിക്കും ചിലപ്പോൾ. ആയിക്കോട്ടെ, ഞാൻ ആ സമയത്ത് ഊന്നൽ കൊടുക്കുന്ന മേശയ്ക്കാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മൈ പേഴ്സ് ഈസ് ഓൺ ദ ടേബിൾ. നിങ്ങൾ ആരാവട്ടെ, എന്താവട്ടെ, നിങ്ങൾ വലിയ ആളാവട്ടെ, ചെറിയ ആളാകട്ടെ, നിങ്ങളുടെ സ്ഥലത്ത് അതിഥിയായി എത്തുന്നു. അപ്പോൾ നമ്മൾ പറയുന്നു, യെസ്, ഷീ ഈസ് ദ ഗസ്റ്റ്. ഒരു 15 വയസ്സുള്ള കുട്ടിയാണ്, നിങ്ങളെ മാതിരി SSLC എത്തിയ ഒരു കുട്ടിയാണ് നമ്മൾ ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നു, ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുത്ത്, പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ 2 കൊല്ലമായിട്ട് കലാമത്സരങ്ങളൊന്നുമില്ല, സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനം കിട്ടിയ ഒരു കുട്ടിയാണ് വിളിച്ചത്. അവളാണ് ഗസ്റ്റ്, അല്ലെങ്കിൽ അവനാണ് ഗസ്റ്റ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഹി ഈസ് ദ ഗസ്റ്റ്. ഗസ്റ്റിനാണ് പ്രാധാന്യം. അവിടെ 50 വയസ്സോ 60 വയസ്സോ 35 വയസ്സോ 90 വയസ്സോ അല്ല പ്രധാനം. അവിടെ 105 വയസ്സുണ്ടായിരുന്ന ഗുരു ഉണ്ടായിരുന്നെങ്കിൽ ആ ഗുരുവിനും പ്രാധാന്യമുണ്ട്. അവിടെ തന്നെയുള്ള 10 വയസ്സുകാരൻ അവൻ സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ എന്തെങ്കിലും നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ, സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനും പ്രാധാന്യമുണ്ട്. ദേ ആർ ദ ഗസ്റ്റ്സ്. കണ്ടോ? ദേ ആർ ദ ഗസ്റ്റ്സ്. അവരാണ് അതിഥികൾ. ആ അതിഥിയിൽ 105 വയസ്സുള്ള ഗുരുവും പെടും, 10 വയസ്സുള്ള കുട്ടിയും പെടുന്നു. കണ്ടോ? അപ്പോൾ എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്, ആർക്കാണ് ഊന്നൽ കൊടുക്കുന്നത്? ഊന്നൽ കൊടുക്കുന്ന പദത്തിന്റെ മുന്നിൽ ആർട്ടിക്കിൾ ദി ചേർക്കുന്നു. ഇതൊക്കെ ഇനി വായിച്ചു. കണ്ടോ? മൈ പേഴ്സ് ഈസ് ഓൺ ദ ടേബിൾ. ആ സമയത്ത് ഞാൻ ഊന്നൽ കൊടുക്കുന്നത് ടേബിളിനാണ്. പേഴ്സ് അവിടെയാണുള്ളത്. പേഴ്സിനാണ് എനിക്ക് വേണ്ടത്, പക്ഷേ ടേബിളിന് ഊന്നൽ കൊടുക്കുന്നത്. മൈ പേഴ്സീസ് എന്ന് പറഞ്ഞ് ഒച്ചത്ത് പറഞ്ഞതിനെ കൊണ്ട് ദ പേഴ്സീസ് എന്ന് പറയുന്നത് കൊണ്ടായില്ല. മൈ പേഴ്സ് ഈസ് ഓൺ ദ ടേബിൾ, ഷീ ഈസ് ദ ഗസ്റ്റ്. ഇനി രണ്ടാമത് എന്തിനു വരുന്നു? ബിഫോർ ഗ്രേറ്റ് മൗണ്ടെയിൻസ്. കുറച്ചാണ് ഇപ്പോഴും പറയുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. സാധാരണയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആള് PSC UPSC അല്ലെങ്കിൽ ഇത്തരം പരീക്ഷകൾക്ക് ഇടുന്ന ഇട്ട ആളെന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയ നിർദ്ദേശത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ അതിനുണ്ട്. നമ്മൾ പറയുന്നു വലിയ വലിയ പർവ്വതങ്ങൾക്ക് ദ വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടം, ദ ഹിമാലയാസ്. കണ്ട? ദ ഹിമാലയാസ്. അപ്പൊ എന്താ ഹിമാലയാസ് വന്നത്? കുറെ ഹിമാലയങ്ങളുണ്ട്. അല്ല, ഹിമാലയത്തിന് കുറെ റേഞ്ചസ് ഉണ്ട്, നിരകളുണ്ട്. അതാണ് ഹിമാലയാസ്. ഒരു പദ്യത്തിന്റെ പേരും കൂടിയാണ് ദ ഹിമാലയാസ് എന്നുള്ളത്. നോക്കൂ, ദ നൈൽസ്. നൈൽ കുറെ നൈലുണ്ട്. അല്ല, നൈലിന് കുറെ ഉപനദികളുണ്ട്. അതുകൊണ്ട് മഹാനദികൾക്ക് ദ നൈൽസ്, ദ ഗേഞ്ചസ്. ഗംഗയുടെ പേരെങ്ങനെയാണ്? ദ ഗേഞ്ചസ് എന്നാണ്. കട്ടേർക്ക് എന്താ പറഞ്ഞത്? ദ ഗേഞ്ചസ് എന്നൊക്കെ പറഞ്ഞ ഗംഗാ നദിനെ പറ്റിയ പറഞ്ഞത്. ദ നൈൽസ് നൈൽ നദിനെ പറ്റിയ പറഞ്ഞത്. ദ ഹിമാലയാസ്, ഹിമാലയ പർവ്വതത്തിനെ പറ്റിയ പറഞ്ഞത്. ദ ആൽപ്സ്, ദ വെസ്റ്റേൺ ഗട്ട്സ്, പർവ്വതങ്ങളെ പറ്റിയ പറഞ്ഞത്. അപ്പൊ മഹാമേരുകൾക്ക് മുന്നിൽ കണ്ടോ
ദ മഹാനദികൾക്ക് മുൻപിൽ, അത് ഗംഗയാവട്ടെ, നൈലാകട്ടെ, ഏത് നദിയാകട്ടെ, ആ നദികൾക്ക് മുന്നിലൊക്കെ ദ കൊടുക്കുന്നു. അതായത് മഹാപർവ്വതങ്ങൾക്കും മഹാനദികൾക്കും മുന്നിലും. പിന്നെയോ there is only one in this universe. പ്രപഞ്ചത്തിൽ ഒരെണ്ണമേ ഉള്ളൂവെങ്കിൽ, കണ്ട ഗ്രഹങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അതിൽ ഭൂമി ജീവനുള്ള ഒന്നേ ഉള്ളൂ. there is only one, എന്തുള്ളൂ? the earth. ഒറ്റ ഭൂമിയുള്ളൂ. ഗ്രഹങ്ങൾ പറയുന്നുണ്ട്, അതിൽ ഭൂമി ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരെണ്ണം ഉണ്ടെങ്കിൽ ദ earth. ഈ പ്രപഞ്ചമായ ഇപ്പോഴും നമുക്ക് കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന, നമുക്ക് ചൂട് കിട്ടുന്ന ഒരേ ഒരു ഗ്രഹങ്ങൾ, അതാണ് ദ സൺ, സൂര്യൻ. നമുക്ക് ഭൂമിക്ക് ചുറ്റും ഒരേ ഒരു ജനറൽ ആയിട്ടുള്ള, കോമൺ ആയിട്ടുള്ള, നേച്ചുറൽ ആയിട്ടുള്ള ഉപഗ്രഹമുള്ളതാണ് മൂൺ. അപ്പൊ ദ മൂൺ ഒന്നേ ഉള്ളൂ, ദ സൺ ഒന്നേ ഉള്ളൂ, ദ എർത്ത് ഒന്നേ ഉള്ളൂ. എന്നാൽ നോക്കൂ, എ സ്റ്റാർ, കൊടാനുകൂടി നക്ഷത്രങ്ങൾ കാണുമ്പോൾ, അതുകൊണ്ട് ദ സ്റ്റാർ എന്നല്ല പറയുന്നത്. എന്താണ്? എ സ്റ്റാർ. ഇനി സ്റ്റാറിന് ഊന്നൽ കൊടുക്കലെങ്കിൽ എന്താണ്? നമ്മളിപ്പം ക്രിസ്മസിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു സ്റ്റാർ വാങ്ങിക്കൊണ്ടുവന്നു, ദ സ്റ്റാർ വിച്ച് ഐ ബോട്ട്, കണ്ട ദ സ്റ്റാർ. അത് വേറെ ഒന്നാണ്. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ആ സ്റ്റാർ, അത് ഇവിടെ, വെർ ഈസ് ദ സ്റ്റാർ ദാറ്റ് ഐ ബ്രോട്ട് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന സ്റ്റാർ എവിടെ? അപ്പോൾ നോക്കും, ആർട്ടിക്കിൾസ് എ ആൻഡ് ദി കീഴാണ് റൂൾസ്. ആർട്ടിക്കിൾ ദി ഈസ് യൂസ്ഡ് ടു എംഫസൈസ് സംതിങ്, ഊന്നൽ കൊടുത്ത് സൂചിപ്പിക്കാനാണ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കുന്നത്. ബിഫോർ ദ ടേബിൾ ഇവിടെ കൊടുത്തു, മൈ പേഴ്സ് ഈസ് ഓൺ ദ ടേബിൾ. ബിഫോർ ദ ഗസ്റ്റ് കൊടുത്തു, ഷീ ഈസ് ദ ഗസ്റ്റ്, ദ ടേബിൾ, ദ ഗസ്റ്റ്. ഇവിടെ മേശയ്ക്ക് ഊന്നൽ കൊടുത്തത് കൊണ്ട് ദ ടേബിളും, അതിഥിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ദ ഗസ്റ്റും. എന്നാൽ മഹാനദികൾക്കും മഹാപർവ്വതങ്ങൾക്കും അതേപോലെ കുറെ എണ്ണം പഠിക്കാറുണ്ട്. അത്തരം അത് നമ്മൾ കണ്ട് കേട്ട് ശീലിക്കുക ചെയ്യാം. അത്തരം കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ, അവസ്ഥാവിശേഷങ്ങൾക്കൊക്കെ മുന്നിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. മൂന്നാമതായിട്ട് പ്രപഞ്ചത്തിൽ ഒരെണ്ണം മാത്രമായതിന് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ഊന്നൽ കൊടുക്കാനോ വിശേഷപ്പെട്ടവയെ സൂചിപ്പിക്കാനോ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്, ദി ഉപയോഗിക്കുന്നത്. പറഞ്ഞ് നിർത്താണ്. ആർട്ടിക്കിൾ എ ഉപയോഗിച്ചു എന്തിനു മുന്നിൽ? ബിഫോർ ദി നൗൺസ് ബിഗിനിങ് വിത്ത് കൺസണന്റ്. ആർട്ടിക്കിൾ ആൻ ഈസ് യൂസ്ഡ് ബിഫോർ ദ നൗൺസ് ബിഗിനിങ് വിത്ത് vowels, and the is used before the nouns we emphasize, ഊന്നി പറയേണ്ട നാമപദങ്ങൾക്ക് മുമ്പിൽ. പിന്നീട് ബിഫോർ ദ മൗണ്ടെയിൻസ്, ബിഫോർ ദ ഗ്രേറ്റ് റിവേഴ്സ്, അങ്ങനെ നമുക്ക് പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന, പറയേണ്ടതായ ആ നാമപദങ്ങൾക്ക് മുന്നിലാണ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കുന്നത്. സോ ആർട്ടിക്കിൾ എ and the three articles and the rules, that is winding up here, and the exercise on another day, the next day. നാളെ നമുക്ക് എക്സസൈസ് പഠിക്കാം.